ഇനി അടുത്ത ഒരു സെക്ഷൻ എന്ന് പറയുന്നത് റെസിഡ്യൂ ഇൻ്റഗ്രേഷൻ തന്നെയാണ്. അതായത് ഇൻ്റഗ്രേഷൻ ഓഫ് റാഷണൽ ഫങ്ഷൻസ് ഓഫ് കോസ് തീറ്റ ആൻഡ് സൈൻ തീറ്റ. അതായത് ഫങ്ഷൻസ് തീറ്റ, കോസ് തീറ്റ, സൈൻ തീറ്റ, എഫ് ഓഫ് സെഡിന് പകരം കോസ് തീറ്റേൻ്റെയും സെറ്റിലുള്ള ടേംസിന് പകരം കോസ് തീറ്റ സൈൻ തീറ്റ ഫോമിൽ വരുമ്പം അങ്ങനെയുള്ള ഫങ്ഷൻസിൻ്റെ റെസിഡ്യൂ ഇൻ്റഗ്രേഷൻ എങ്ങനെ ചെയ്യും എന്നുള്ളതാണ് ഈ സെക്ഷനിൽ പറയുന്നത്. അതായത് ഇൻ്റഗ്രൽ 0 to 2π എഫ് ഓഫ് കോസ് തീറ്റ സൈൻ തീറ്റ ഡി തീറ്റ, അല്ലെങ്കിൽ ഇൻ്റഗ്രൽ -π to π എഫ് ഓഫ് കോസ് തീറ്റ സൈൻ തീറ്റ ഡി തീറ്റ എന്നുള്ള ഫോമിലാണ് ഫങ്ഷൻസ് വന്നതെങ്കിൽ എങ്ങനെയാണ് ചെയ്യുക. അതായത് എക്സാമ്പിളായിട്ട് ഈ ഒരു ഫോമിലാണ് എഫ് ഓഫ് സെഡ് എങ്കിൽ ആ റെസിഡ്യൂ ഇൻ്റഗ്രേഷൻ എങ്ങനെ ചെയ്യും എന്നുള്ളതാണ് നോക്കുന്നത്. അപ്പോൾ അതിന് മുന്നേ ബേസിക് ആയിട്ട് കുറച്ച് കാര്യങ്ങൾ നമ്മൾ അറിഞ്ഞിരിക്കണം. ഈ പ്രോബ്ലത്തിൽ, ഇങ്ങനെയുള്ള പ്രോബ്ലത്തിൽ ഒരു നമുക്ക് സ്പെസിഫൈ ആയിട്ട് ചെയ്തിട്ട് സർക്കിൾ തന്നിട്ടില്ല എന്നുണ്ടെങ്കിൽ സി എന്ന് പറഞ്ഞിട്ട് നമ്മൾ ചൂസ് ചെയ്യേണ്ട പാത്ത് മോഡ് സെഡ് ഈക്വൽ ടു 1 ആയിരിക്കണം. മോഡ് സെഡ് ഈക്വൽ ടു 1 എന്ന് പറയുന്ന പാത്ത് ചൂസ് ചെയ്യും. സെഡ് ഈക്വൽ ടു ഇ റേസ് ടു തീറ്റേൻ്റെ ടേംസിലാണ് ഫംഗ്ഷൻ എന്ന് പറഞ്ഞു. അങ്ങനെയാണെങ്കിൽ സെഡ് നമ്മൾ ചൂസ് ചെയ്യുന്നത് ഇ റേസ് ടു ഐ തീറ്റ എന്നായിരിക്കും. ഇതെല്ലാ പ്രോബ്ലത്തിലും ഇത്രയും കാര്യങ്ങൾ എന്തായാലും അതുപോലെ തന്നെ ചെയ്യേണ്ടതാണ്. അപ്പോൾ സെഡ് ഈക്വൽ ടു ഇ റേസ് ടു ഐ തീറ്റ എടുത്തു. ഇനി ഇതിനെ ഡിഫറൻഷ്യേറ്റ് ചെയ്യുമ്പം ഡി സെഡ് ഈക്വൽ ടു ഇ റേസ് ടു ഐ തീറ്റേൻ്റെ ഡെറിവേറ്റീവ് എന്താ? ഐ ഇ റേസ് ടു ഐ തീറ്റ ഇൻറ്റു ഡി തീറ്റ വരും. ഈ ഡി തീറ്റ എങ്ങനെ വന്നതെന്ന് അറിയില്ലേ? സെഡിനെ തീറ്റേൻ്റെ ടേമിലാണ് ഡിഫറൻഷ്യേറ്റ് ചെയ്യുന്നത്. അപ്പോൾ ഡി സെഡ് ബൈ ഡി തീറ്റ ഈക്വൽ ടു ഐ ഇ റേസ് ടു ഐ തീറ്റ എന്ന് വരും. ഈ ഡി തീറ്റേനെ അപ്പുറത്തോട്ട് കൊണ്ടുപോകുമ്പോഴാണ് ഡി സെഡ് ഈക്വൽ ടു ഐ ഇ റേസ് ടു ഐ തീറ്റ ഇൻറ്റു ഡി തീറ്റ എന്ന് വരുന്നത്. ഇനി എന്ത് ചെയ്യാന്ന് വെച്ചാൽ ഇവിടെയുള്ള ഈ തീറ്റയ്ക്ക് പകരം ഇ റേസ് ടു ഐ തീറ്റയ്ക്ക് പകരം സെഡ് തന്നെ കൊടുക്കുക. അപ്പോൾ എന്ത് ചെയ്യും? ഡി സെഡ് ഈക്വൽ ടു ഐ സെഡ് ഇൻറ്റു ഡി തീറ്റ എന്ന് വരും. ഇനി ഇവിടെ ഡി തീറ്റേൻ്റെ വാല്യൂ കണ്ടുപിടിക്കാൻ വേണ്ടി അതെന്തിനാണ് ചെയ്യുന്നത്? നമ്മൾ എഫ് ഓഫ് സെഡിൻ്റെ കൂടെ ഡി തീറ്റ എന്നാണ് വരിക. കറസ്പോണ്ടിങ് ഡി തീറ്റയ്ക്ക് പകരം സെഡിൻ്റെ ടേമിലോട്ട് മാറ്റണം. ആ പ്രോബ്ലം ചെയ്യുമ്പോൾ മനസ്സിലാകും. അപ്പോൾ ഡി തീറ്റ എന്ന് പറയുന്നതിന് പകരം എന്ത് ചെയ്യും? ഈ ഐ സെഡ് ഈക്വൽ ടുവിൻ്റെ അപ്പുറം പോകുമ്പം ഡി സെഡ് ബൈ ഐ സെഡ്. ഇത്രയും സ്റ്റെപ്പ് എല്ലാ പ്രോബ്ലത്തിനും കോമൺ ആയിരിക്കും, പഠിച്ചു വെക്കണം. ഇനി കോസ് സെഡിനെ നമുക്ക് തീറ്റേൻ്റെ ടേമിൽ എങ്ങനെ എഴുതാം? ഇപ്പോൾ കോസ് എക്സിനെ നമ്മൾ എങ്ങനെ എഴുതുമായിരുന്നു? കോസ് എക്സ് എന്ന് പറഞ്ഞാൽ ഇ റേസ് ടു ഐ എക്സ് പ്ലസ് ഇ റേസ് ടു മൈനസ് ഐ എക്സ് ഡിവൈഡഡ് ബൈ 2 എന്ന് എഴുതും. അത് ഇൻ ടേംസ് ഓഫ് തീറ്റേൻ്റെ ടേമിലാകുമ്പോൾ എങ്ങനെ എഴുതും? കോസ് സെഡ് ഈക്വൽ ടു 1 ബൈ ഇ റേസ് ടു ഐ തീറ്റ പ്ലസ് ഇ റേസ് ടു മൈനസ് ഐ തീറ്റ ബൈ 2. ആ 1/2 ആണ് പുറത്ത് വെച്ചത്. ഇനി ഇ റേസ് ടു ഐ തീറ്റയ്ക്ക് പകരം ഏത് വാല്യൂ കൊടുക്കുക? സെഡ് കൊടുക്കുക. അപ്പോൾ 1/2 ഇൻറ്റു സെഡ് പ്ലസ് ഐ സെഡ് എന്ന് വരും. അതേപോലെ സൈൻ സെഡിൻ്റെ എക്സ്പാൻഷൻ എന്തായിരുന്നു? ഇ റേസ് ടു ഐ എക്സ് മൈനസ് ഇ റേസ് ടു മൈനസ് ഐ എക്സ് ബൈ 2i എന്നുള്ളതാണ്. ഇൻ തീറ്റേൻ്റെ ടേമിൽ വരുമ്പോൾ എന്ത് വരും? ഇ റേസ് ടു ഐ തീറ്റ മൈനസ് ഇ റേസ് ടു മൈനസ് ഐ തീറ്റ ബൈ 2i. ആ 1/2i എന്ന് പറഞ്ഞ് കോമൺ ആയി എടുത്തു. ഇനി ഇ റേസ് ടു ഐ തീറ്റയ്ക്ക് പകരം സെഡ് എന്നുള്ള സബ്സ്റ്റിറ്റ്യൂഷനും കൊടുത്തു. അതേപോലെ കോസ് 2 തീറ്റേൻ്റെ വാല്യൂ, കോസ് സൈൻ 2 തീറ്റ, കോസ് 3 തീറ്റ, ഇത്രയും വാല്യൂസ് കുറച്ചൊന്ന് പഠിച്ച് വെക്കുക. ഇത് പഠിക്കുന്നത് എന്തിനാന്ന് വെച്ചാൽ പ്രോബ്ലം വരുമ്പം ഡയറക്റ്റായിട്ട് ഈ വാല്യൂസ് കൊടുത്ത് ചെയ്യാൻ വേണ്ടിയിട്ടാണ് അത് പഠിച്ചു വെക്കാൻ പറയുന്നത്. ഇനി ഫസ്റ്റ് പ്രോബ്ലം എന്ന് പറയുന്നത് ഇവാലുവേറ്റ് ഇൻ്റഗ്രൽ 0 to 2π ഡി തീറ്റ ഡിവൈഡഡ് ബൈ 5 - 3 കോസ് തീറ്റ ഹോൾ സ്ക്വയർ. ഇതാണ് ക്വസ്റ്റ്യൻ. അപ്പോൾ ഞാൻ പറഞ്ഞു ഫസ്റ്റിലെടുത്ത കുറച്ച് കാര്യങ്ങൾ എല്ലാം സെയിം ആയിട്ടാണ് ചെയ്യേണ്ടത്. അപ്പോൾ എന്ത് ചെയ്യുക? സി എന്ന് പറയുന്നത് മോഡ് സെഡ് ഈക്വൽ ടു 1 ആണെന്ന് ചൂസ് ചെയ്തു. സെഡിന് പകരം ഇ റേസ് ടു ഐ തീറ്റ എന്ന് പറയുന്ന വാല്യൂ കൊടുത്തു. സെഡ് ഈക്വൽ ടു ഇ റേസ് ടു ഐ തീറ്റ ആണെങ്കിൽ ഡയറക്റ്റ് ഡി സെറ്റ് എഴുതിക്കോ. മറ്റേ സ്റ്റെപ്പൊന്ന് ഇത്രയും സ്റ്റെപ്പ് പഠിച്ചിട്ട് എഴുതാൻ പറ്റുന്നവരാണെങ്കിൽ അങ്ങനെ പഠിക്കാനൊന്നുമില്ല. ഇതിനെ ഡയറക്റ്റ് ഒന്ന് ഡിഫറൻഷ്യേറ്റ് ചെയ്യുക. എന്നിട്ട് ഇ റേസ് ടു ഐ തീറ്റയ്ക്ക് പകരം അവിടെ സെഡ് കൊടുക്കുക. എന്നിട്ട് ഡി തീറ്റേൻ്റെ ടേം എഴുതുക. അല്ലെങ്കിൽ ഈ ഡയറക്റ്റ് ഡി തീറ്റ എന്ന് പറഞ്ഞിട്ട് എഴുതുക. ഡി തീറ്റ എന്ന് പറയുന്നത് എന്തായിരിക്കും? ഡി സെഡ് ബൈ ഐ സെഡ് എന്ന് പറയുന്നതായിരിക്കും. ഇനി ഇവിടെ നോക്ക്, ഇവിടെ ഒരു കോസ് തീറ്റ ഉണ്ട്. അപ്പോൾ എന്ത് ചെയ്യുക? കോസ് തീറ്റേനെ നമ്മൾ ഇപ്പുറത്തെ സെഡിൻ്റെ ടേമിൽ കണ്ടുവച്ചിട്ടുണ്ടല്ലോ. കോസ് തീറ്റ എന്ന് പറയുന്നത് എന്താ? 1/2 സെഡ് പ്ലസ് 1/z എന്നുള്ളതാണ്. അപ്പോൾ കോസ് തീറ്റയ്ക്ക് പകരം എന്ത് ചെയ്യുക? 1/2 ഇൻറ്റു സെഡ് പ്ലസ് ഐ സെഡ് എന്ന് പറയുന്ന ആ ഒരു വാല്യൂവും കൂടെ എടുത്തു. ഇത് എടുത്തിട്ട് ഇനി എന്ത് ചെയ്യുക? ഇതിപ്പോൾ എന്താ പറയുക, ഒരു മിക്സഡ് ഫ്രാക്ഷൻ്റെ ഫോമിലല്ലേ.
അതിനെ ഒന്ന് ഒഴിവാക്കിയിട്ട് എഴുതാം. 1/2 ഇൻറ്റു, അപ്പോൾ ഇതിനെ ഒന്ന് മാറ്റി എഴുതുമ്പോൾ എന്താ വരിക, ഇതിൻ്റെ ബൈ സെഡ് ഇല്ല, അപ്പോൾ കോമൺ ആയിട്ട് ബൈ സെഡ് ആക്കുമ്പം ഇതിനെ ആദ്യം ഇങ്ങോട്ട് മൾട്ടിപ്ലൈ ചെയ്തു. അപ്പോൾ എന്ത് വരും, സെഡ് ഇൻറ്റു സെഡ് എന്ന് പറയുമ്പം സെഡ് സ്ക്വയർ പ്ലസ് 1/z എന്ന് വന്നു. അതായത് ഈ ഒരു മിക്സഡ് ഫ്രാക്ഷൻ്റെ ഫോമിലുള്ളതിനെ ആദ്യം മാറ്റി ഒരു ഫ്രാക്ഷൻ ഫോമിലോട്ട് മാറ്റി. ഇനി നമ്മുടെ ക്വസ്റ്റ്യൻ ആദ്യം എടുത്തെഴുതാം. ഇൻ്റഗ്രൽ 0 to 2π d തീറ്റ ഡിവൈഡഡ് ബൈ 5 - 3 cos തീറ്റ ഹോൾ സ്ക്വയർ. ഇതാണ് ഈ ഇൻ്റഗ്രൽ വാല്യൂ എന്താണെന്നാണ് കണ്ടുപിടിക്കേണ്ടത്. അപ്പോൾ ഇതിനെ ഇനി മാറ്റി നമ്മളിപ്പോൾ എങ്ങനെയാക്കി മാറ്റി, ഇൻ്റഗ്രൽ ഓവർ സി ഡി തീറ്റയ്ക്ക് പകരം ഡി സെഡ് ഡിവൈഡഡ് ബൈ ഐ സെഡ് ഡിവൈഡഡ് ബൈ 5 - 3 ഇൻറ്റു കോസ് തീറ്റ എന്നാണ് വേണ്ടത്. കോസ് തീറ്റേൻ്റെ വാല്യൂ എന്താ, 1/2 ഇൻറ്റു സെഡ് സ്ക്വയർ പ്ലസ് 1/z ഹോൾ സ്ക്വയർ, ഇത്രയത്തിൻ്റെയും സ്ക്വയർ. ഇനി എന്ത് ചെയ്യുക, ഇതിനെ ഒന്ന് സിംപ്ലിഫൈ ചെയ്ത് എഴുതുകയാണ് അടുത്ത സ്റ്റെപ്പ് ചെയ്യുന്നത്. അപ്പോൾ എന്ത് വരും, ഇൻ്റഗ്രൽ ഓവർ സി ഡി സെഡ് ബൈ ഐ സെഡ് ഹോൾ ഡിവൈഡഡ് ബൈ 5 - 3 ഇൻറ്റു 3/2 ഇൻറ്റു ഈ ഡിനോമിനേറ്ററിലുള്ള സെഡിനെയും കൂടെ ഞാൻ പുറത്ത് വെച്ചു. അപ്പോൾ 3/2z ഇൻറ്റു സെഡ് സ്ക്വയർ പ്ലസ് 1 ഹോൾ സ്ക്വയർ. ഇനി എന്ത് ചെയ്യുക, ഇവിടെ ബൈ 2z ഇല്ലേ, അതിനെ ഇങ്ങോട്ടേക്ക് മൾട്ടിപ്ലൈ ചെയ്യും. അപ്പോൾ അടുത്ത സ്റ്റെപ്പ് എന്തായിട്ട് മാറും, ഇൻ്റഗ്രൽ ഓവർ സി ഡി സെഡ് ഡിവൈഡഡ് ബൈ ഐ സെഡ് ഹോൾ ഡിവൈഡഡ് ബൈ ഈ 2zനെ 5 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ എന്തായി, 10z മൈനസ് 3 ഇൻറ്റു സെഡ് സ്ക്വയർ പ്ലസ് 1 ഹോൾ ഡിവൈഡഡ് ബൈ 2z ഹോൾ സ്ക്വയർ എന്നായല്ലോ. ഇവിടെയും മിക്സഡ് ഫ്രാക്ഷൻ ഫോമിലുള്ളതിന് ഈ 2zനെ ഇങ്ങോട്ടേക്ക് മൾട്ടിപ്ലൈ ചെയ്തു, എന്നിട്ട് ഹോൾ ഡിവൈഡഡ് ബൈ ഫോമിലോട്ട് എഴുതി. ഇനി ഒന്നും കൂടെ സിംപ്ലിഫൈ ചെയ്യുമ്പോൾ എന്താ വരിക, ഇൻ്റഗ്രൽ ഓവർ സി ഡി സെഡ് ഡിവൈഡഡ് ബൈ ഐ സെഡ് ഹോൾ ഡിവൈഡഡ് ബൈ 10z മൈനസ് ഇതിന് ഉള്ളിലോട്ട് മൾട്ടിപ്ലൈ ചെയ്യുക. അപ്പോൾ എന്ത് വരും, 3z സ്ക്വയർ മൈനസ് 3 ഇൻറ്റു -1 പ്ലസ് 1, അപ്പോൾ എന്ത് വരും, -3 എന്ന് വരും. ഹോൾ ഡിവൈഡഡ് ബൈ 2z ഹോൾ സ്ക്വയർ എന്ന് വന്നു. ഇതിപ്പോൾ ഏത് ഫോമിലാണ് ഉള്ളത്, a/b/c/d. അങ്ങനെയാണെങ്കിൽ എന്താ ചെയ്യുക, a/b ഇൻറ്റു d/c ഫോമിൽ വരും. ഇൻ്റഗ്രൽ ഓവർ സി ഡി സെഡ് ഡിവൈഡഡ് ബൈ ഐ സെഡ് ഇൻറ്റു 2z ഹോൾ സ്ക്വയർ. ഹോൾ സ്ക്വയറിനെ ഞാനൊന്ന് മാറ്റിയിട്ട് 2z ഹോൾ സ്ക്വയർ ഡിവൈഡഡ് ബൈ 10z മൈനസ് 3z സ്ക്വയർ മൈനസ് 3 ഹോൾ സ്ക്വയർ. ഇതിന് മൊത്തമുള്ള സ്ക്വയറിനെ ഞാൻ സ്പ്ലിറ്റ് ചെയ്ത് രണ്ടെണ്ണത്തിന് സെപ്പറേറ്റ് ആയിട്ട് സെഡ് കൊടുത്തു. അപ്പോൾ ഇതെന്താ വരിക, ഇൻ്റഗ്രൽ ഓവർ സി ഡി സെഡ് ബൈ ഐ സെഡ് ഇൻറ്റു 2 സ്ക്വയർ എന്ന് പറയുമ്പോൾ 4 സെഡ് സ്ക്വയർ ഡിവൈഡഡ് ബൈ പിന്നെ എന്താ ഡിനോമിനേറ്റർ വരിക 10z മൈനസ് 3z സ്ക്വയർ മൈനസ് 3 ഹോൾ സ്ക്വയർ എന്ന് വന്നു. ഇനി ഇവിടെയുള്ള ഒരു സെറ്റും ഈ ഒരു സെറ്റും ക്യാൻസൽ ചെയ്തു. ഇനി എന്ത് ചെയ്തു എന്ന് വെച്ചാൽ ഇതിനെ ഒരു എന്താ പറയുക, ഇപ്പോൾ ഇതിപ്പോൾ എന്താ സെഡിൻ്റെ ടേം, ഇതിനൊരു ഓർഡറിലൊന്ന് റീഅറേഞ്ച് ചെയ്തു. അപ്പോൾ എന്ത് വരും, ഇൻ്റഗ്രൽ ഓവർ സി ഡി സെഡ്, ഈ ഡി സെഡിനെ ഞാൻ അങ്ങേ അറ്റത്ത് വെക്കുക. അപ്പോൾ മുകളിൽ എന്താ 4z ഡിവൈഡഡ് ബൈ ഐ ഇൻറ്റു ഇതിനെ റീഅറേഞ്ച് ചെയ്യുമ്പം എന്താ വരിക, -3z സ്ക്വയർ പ്ലസ് 10z മൈനസ് 3 ഹോൾ സ്ക്വയർ. ഈ ഡി സെഡ് ഉണ്ടല്ലോ, അതിനെ ഈ അറ്റത്ത് വെച്ചു. ഇനി ഇതിൻ്റെ മുന്നിൽ മൈനസ് വെക്കുമ്പോൾ ഒരു വൃത്തികേടായിട്ട് തോന്നുന്നുണ്ട് ഞാൻ എന്ത് ചെയ്തു, ഈ മൈനസിനെ കോമൺ ആയി പുറത്ത് വെച്ചു. ഒരു മൈനസ് കോമൺ ആയി പുറത്ത് വെക്കുക എന്ന് വെച്ചാൽ അടുത്ത സ്റ്റെപ്പ് നമുക്ക് എന്ത് വരും, വിച്ച് ഈസ് ഈക്വൽ ടു ഇൻ്റഗ്രൽ ഓവർ സി 4z ഡിവൈഡഡ് ബൈ ഐ ഇൻറ്റു മൈനസിനെ ഞാൻ പുറത്ത് വെച്ചു എന്ന് പറഞ്ഞു. അപ്പോൾ എന്താ വരിക, 3z സ്ക്വയർ. ഇവിടെ പ്ലസ് 10z ആയിരുന്നു, മൈനസ് പുറത്ത് വെച്ചാൽ ഇവിടെ എന്ത് വന്നു, -10z. പിന്നെയോ -3 ആയിരുന്നു ഉണ്ടായത്, മൈനസ് പുറത്ത് വെച്ചതുകൊണ്ട് അവിടെ എന്ത് വന്നു, +3. ഇനി ഇതിൻ്റെ സ്ക്വയർ എടുത്തു. മൈനസിനും സ്ക്വയർ വന്നു കഴിഞ്ഞാൽ എന്ത് തന്നെയാണ്, ഇൻറ്റു ഡി സെഡ് ഉണ്ട്. അപ്പോൾ ഇത് മാറിയിട്ട് എന്തായി, 4z ഡിവൈഡഡ് ബൈ ഐ ഇൻറ്റു മൈനസിൻ്റെ സ്ക്വയർ പോസിറ്റീവ് തന്നെ,
അപ്പോൾ ഈ ടേം മാത്രമായല്ലോ 10z പ്ലസ് 3 ഹോൾ സ്ക്വയർ dz എന്ന് വന്നു. ഇനി ഇതിലുള്ള കോൺസ്റ്റൻറ്റിനെ പുറത്ത് വെച്ചു. അപ്പോൾ 4/i എന്ന് പറയുന്നത് കോൺസ്റ്റൻറ്റ് പുറത്ത് വെച്ചു. പിന്നെ z ഡിവൈഡഡ് ബൈ z സ്ക്വയർ 3z² മൈനസ് 10z പ്ലസ് 3 ഹോൾ സ്ക്വയർ dz എന്ന് വരുന്നു. ഇതിനെ ഞാൻ 4/i ഇൻറ്റു ഇൻ്റഗ്രൽ ഓവർ സി എഫ് ഓഫ് സെഡ് ഡി സെഡ് എന്ന് എഴുതി. ഇതിന് ഇക്വേഷൻ നമ്പർ 1 കൊടുത്തു. ഇനി എന്താ ചെയ്യണ്ടോ, ഈ ഒരു ഇൻ്റഗ്രൽ വാല്യൂ എന്ന് പറയുന്നത് 4/i ഇൻറ്റു ഈ ഇൻ്റഗ്രൽ വാല്യൂവിനോട് ഈക്വൽ ആണെന്ന് കിട്ടി. ഇനിയാണ് നമ്മൾ ഇവിടെ റെസിഡ്യൂ തിയറം അപ്ലൈ ചെയ്യുന്നത്. റെസിഡ്യൂ തിയറം അപ്ലൈ ചെയ്യാൻ പറ്റുന്നത് ഈ ഒരു ഫംഗ്ഷൻ, ഈ ഫംഗ്ഷനെ ഞാൻ എഫ് ഓഫ് സെഡ് ആയിട്ട് കൺസിഡർ ചെയ്തു. ഇവിടെ നമ്മൾ എന്ത് ചെയ്യും, പോള് കണ്ടുപിടിച്ച് റെസിഡ്യൂ തിയറം പ്രകാരം ആ വാല്യൂ കണ്ടുപിടിച്ച് ആ വാല്യൂ എന്ത് ചെയ്യും, ഇൻറ്റു 4/i ചെയ്ത് കഴിഞ്ഞാൽ ഈ ക്വസ്റ്റ്യൻ തന്നിട്ടുള്ള ഇതിൻ്റെ ഇൻ്റഗ്രൽ വാല്യൂവിനോട് ഈക്വൽ ആവും. ഇത്രയാണ് ചെയ്യാനുള്ളത്. ഇനി എന്ത് ചെയ്യണമെന്ന് വെച്ചാൽ ഈ ഇക്വേഷൻ 1ലുള്ള ഈ ഒരു ഇൻ്റഗ്രൽ വാല്യൂ നമ്മൾ റെസിഡ്യൂ തിയറം വെച്ചിട്ട് സോൾവ് ചെയ്യണം. ഇക്വേഷൻ 1 ക്യാൻ ബി സോൾവ്ഡ് യൂസിങ് റെസിഡ്യൂ തിയറം. അതായത് ഇതാണ് നമ്മുടെ എഫ് ഓഫ് സെറ്റ്. ഇതിൻ്റെ പോള് നമ്മൾ ആദ്യം കണ്ടുപിടിക്കും. പോള് കണ്ടുപിടിക്കാൻ നമ്മൾ എന്ത് ചെയ്യാം, എഫ് ഓഫ് സെറ്റ് ടു ഫൈൻഡ് പോൾസ് ഓഫ് എഫ് ഓഫ് സെഡ്. ആദ്യം എഫ് ഓഫ് സെഡ് എന്താണെന്ന് എഴുതാം. സെഡ് ഡിവൈഡഡ് ബൈ എഫ് ഓഫ് സെഡ് ഈക്വൽ ടു സെഡ് ഡിവൈഡഡ് ബൈ 3z² മൈനസ് 10z പ്ലസ് 3 ഹോൾ സ്ക്വയർ. സ്ക്വയർ ഉണ്ട് എന്നുള്ള കാര്യം ഓർക്കണം. ഡിനോമിനേറ്ററിന് എന്ത് ചെയ്യുക, 0 ആയിട്ട് ഇക്വേറ്റ് ചെയ്യുക. മൈനസ് 10z പ്ലസ് 3 ഹോൾ സ്ക്വയർ ഈക്വൽ ടു 0. ഇതിൻ്റെ സ്ക്വയർ ഈക്വൽ ടു 0 ആണെങ്കിൽ ആ ടേമും എന്തിനോട് ഈക്വൽ ആയിരിക്കും, 0നോട് ഈക്വൽ ആയിരിക്കും. പ്ലസ് 3 എന്ന് പറയുന്നത് 0നോട് ഈക്വൽ ആയിരിക്കും. ഇതിപ്പോൾ ഏത് ഫോമാണ്, ഒരു ക്വാഡ്രാറ്റിക് എക്സ്പ്രഷനാണ്. ഇവിടുന്ന് നമുക്ക് സെഡിൻ്റെ വാല്യൂ -b പ്ലസ് ഓർ മൈനസ് വെച്ചിട്ട് ചെയ്യാമല്ലോ. 10 പ്ലസ് ഓർ മൈനസ് സ്ക്വയർ റൂട്ട് ഓഫ് 10 സ്ക്വയർ എന്ന് പറയുമ്പം 100 മൈനസ് 4 ഇൻറ്റു എ എന്ന് പറയുന്നത് 3 ആണ്, സി എന്ന് പറയുന്നത് 3 ആണ്, ബൈ 2 ഇൻറ്റു 3 എന്ന് വരും. അപ്പോൾ 10 പ്ലസ് ഓർ മൈനസ് സ്ക്വയർ റൂട്ട് ഓഫ് 100 മൈനസ് 3 ഇൻറ്റു 3 9 ഇൻറ്റു 4 36 ഡിവൈഡഡ് ബൈ 6 വരും. 10 പ്ലസ് ഓർ മൈനസ് 100 മൈനസ് 36 എന്ന് പറയുമ്പോൾ 64 ആണ്. 64ൻ്റെ റൂട്ട് എന്ന് പറയുമ്പം 8/6 എന്ന് വന്നു. ഇനി 10 പ്ലസ് 8 എന്ന് പറയുമ്പോൾ 18 ഡിവൈഡഡ് ബൈ 6നെ എങ്ങനെ എഴുതാം, 3 വെച്ച് ഡിവൈഡ് ചെയ്യുമ്പം 3 വെച്ച് ഡിവൈഡ് ചെയ്യാം. അല്ല വേണ്ട, 6 വെച്ചിട്ട് ഡിവൈഡ് ചെയ്യാമല്ലോ. 6/1 വരും. വാല്യൂ എന്ത് വരും, 6 വരും. അല്ല 3/1 വരും. സോറി, 3/1. 6 വെച്ചിട്ട് ഡിവൈഡ് ചെയ്യുന്നത്. അപ്പോൾ എന്ത് വരും, 3/1 എന്ന് പറയുമ്പോൾ 3 എന്ന് വാല്യൂ കിട്ടും. ഇനി ഇതെന്ത് ചെയ്തപ്പോൾ, ഇത് രണ്ടും ആഡ് ചെയ്തപ്പോൾ ഇനി സബ്ട്രാക്ട് ചെയ്യുക. 10 മൈനസ് 8/6 എന്ന് പറയുമ്പം 2/6. 2/6 എന്ന് പറയുമ്പം 1/3. അപ്പം നമുക്ക് സെഡിൻ്റെ വാല്യൂ എന്തൊക്കെ കിട്ടി, 3ഉം 1/3ഉം ആണെന്ന് കിട്ടി. അതായത് ഇതിപ്പോൾ ഇതിൻ്റെ സ്ക്വയർ, അത് ഞാൻ പറഞ്ഞു ഇവിടെ സ്ക്വയർ ഉണ്ട് എന്നുള്ള കാര്യം ഓർക്കണം. അതുകൊണ്ട് സെഡ് ഈക്വൽ ടു 3 എന്ന് പറയുന്ന വാല്യൂവും 1/3 എന്ന് പറയുന്ന വാല്യൂവും 2 തവണ റിപ്പീറ്റ് ചെയ്യും. എന്ന് വെച്ചാൽ ഈസ് ഓഫ് പോൾസ് ഓഫ് ഓർഡർ 2 ആയിരിക്കും. സ്ക്വയർ ഉള്ളത് കൊണ്ട് ഈ 2 എന്താണോ പോള് കിട്ടിയത് അതിൻ്റെ വാല്യൂ 2 തവണ റിപ്പീറ്റ് ചെയ്യും. സെഡ് മൈനസ് 3 ഹോൾ സ്ക്വയർ ഇൻറ്റു സെഡ് മൈനസ് 1/3 ഹോൾ സ്ക്വയർ ചെയ്യുമ്പോഴായിരിക്കും ഈ ഒരു പോളിനോമിയൽ കിട്ടുക. 3z² മൈനസ് 10z പ്ലസ് 3 ഹോൾ സ്ക്വയർ കിട്ടുക. അപ്പോൾ ഇവിടെ നിന്ന് കാണുമ്പോൾ തിരിയല്ലോ, 3ൻ്റെ പോള് 2 ആണ്, 1/3ൻ്റെ പോളും 2 ആണ്, ഓർഡർ 2 ആണെന്ന് കിട്ടും. അപ്പോൾ സെഡ് ഈക്വൽ ടു 3ഉം 1/3 എന്ന് പറയുന്നത് പോൾസിൻ്റെ ഓർഡർ 2 ആണെന്ന് കിട്ടും. ഇനി ഇവിടെ നമുക്ക് 3 എന്ന് പറയുന്നത് നോർമലി ഉള്ള ഒരു നമ്പറാണ്. പക്ഷെ 1/3 എന്ന് പറയുമ്പം അതൊരു ഫ്രാക്ഷനാണ്. ഒരു പോള് ഫ്രാക്ഷൻ ഫോമിൽ വന്നു കഴിഞ്ഞാൽ ആ ഫ്രാക്ഷനെ നമ്മൾ ഒഴിവാക്കാൻ നോക്കണം. അതിന് വേണ്ടിയിട്ട് എന്താ ചെയ്യുക,
ഇപ്പോൾ ഈ 3z² മൈനസ് 10z പ്ലസ് 3 ഹോൾ സ്ക്വയർ ഈക്വൽ ടു z മൈനസ് 3 ഹോൾ സ്ക്വയർ ഇൻറ്റു z മൈനസ് 1/3 ഹോൾ സ്ക്വയർ എന്നാണ്. ഒന്നും ചെയ്യാനില്ല. z മൈനസ് 3 ഹോൾ സ്ക്വയർ ഇൻറ്റു ഈ ഡിനോമിനേറ്ററിലുള്ളതിനെ അങ്ങോട്ട് മൾട്ടിപ്ലൈ ചെയ്യുക. അപ്പം എന്ത് വരും? 3z മൈനസ് 1/3 ഹോൾ സ്ക്വയർ എന്ന് വരും. ഇനി എന്ത് ചെയ്യുന്നു വെച്ചാൽ ഈ വാല്യൂ നമ്മൾ പോള് കണ്ടുപിടിക്കുമ്പോൾ എന്താ ചെയ്തിരുന്നത്? 3z² മൈനസ് 10z പ്ലസ് 3 ഹോൾ സ്ക്വയർ ഈക്വൽ ടു 0 എന്നല്ലേ പറഞ്ഞേ? ഇതിന് പകരം ഇപ്പോൾ ഈ വാല്യൂ കിട്ടിയല്ലോ എന്ന് വെച്ചാൽ z മൈനസ് 3 ഹോൾ സ്ക്വയർ ഇൻറ്റു 3z മൈനസ് 1/3 ഹോൾ സ്ക്വയർ ഈക്വൽ ടു 0 എന്ന് എഴുതാം. ഇനിയോ z മൈനസ് 3 ഹോൾ സ്ക്വയർ ഇൻറ്റു 3z മൈനസ് 1 ഹോൾ സ്ക്വയർ ഡിവൈഡഡ് ബൈ 9 എന്ന് വരും. ഈ ബൈ 9 ഞാൻ ഈക്വൽ ടുവിൻ്റെ അപ്പുറം പോകുമ്പോൾ എന്തായി? 0 ഇൻറ്റു 9 വരുമ്പോൾ 0 കിട്ടും. അപ്പോൾ ഇനി എന്ത് ചെയ്താൽ മതി? ഈ ടേമിന് പകരം ഈ ഒരു ടേം എഴുതിയാൽ മതി. റെസിഡ്യൂ കണ്ടുപിടിക്കുന്നിടത്ത് ഈ ടേം എഴുതിയാൽ മതി. അപ്പോൾ നമുക്ക് എന്ത് കിട്ടി? 2 പോള് കിട്ടി. പോള് കിട്ടിക്കഴിഞ്ഞാൽ നമ്മുടെ റെസിഡ്യൂ തിയറം പ്രകാരം ഈ പോള് എന്ത് ചെയ്യാം? നമ്മളെടുത്തിട്ടുള്ള സർക്കിൾ തുടങ്ങുമ്പോൾ നമ്മളൊരു സർക്കിൾ പറഞ്ഞിരുന്നു. മോഡ് സെറ്റ് ഈക്വൽ ടു 1 ആണ്. ക്വസ്റ്റ്യനിൽ പ്രത്യേകിച്ചൊന്നും തന്നിട്ടില്ല എന്നുണ്ടെങ്കിൽ മോഡ് സെറ്റ് ഈക്വൽ ടു 1. റെസിഡ്യൂ തിയറത്തിൻ്റെ പ്രോബ്ലം എങ്ങനെയാണോ ചെയ്തത് അതുപോലെ സെറ്റ് ഈക്വൽ ടു 3യും 1/3 എന്ന് പറയുന്നത് പോൾസ് ഓഫ് ഓർഡർ 2 ആണ്. ഇനി ആദ്യം എന്ത് ചെയ്യുക? അറ്റ് മോഡ് സെറ്റ് ഈക്വൽ ടു 1 റീജിയണിൻ്റെ അകത്ത് സെറ്റ് ഈക്വൽ ടു 3 എന്ന് പറയുന്നത് ലൈസ് ഇൻസൈഡ് ആണോ ഔട്ട്സൈഡ് ആണോ നോക്കണം. അപ്പോൾ മോഡ് സെറ്റ് എന്ന് പറയുന്നത് മോഡ് 3 വരും. മോഡ് 3ൻ്റെ വാല്യൂ 3 ആണ്. 3 ഗ്രേറ്റർ ദാൻ 1 ആണ്. അതുകൊണ്ട് സെറ്റ് ഈക്വൽ ടു 3 എന്ന് പറയുന്നത് ലൈസ് ഔട്ട്സൈഡ് മോഡ് സെറ്റ് ഈക്വൽ ടു 1 ആട്ടി. അതുകൊണ്ട് എന്താ? ഇതിൻ്റെ റെസിഡ്യൂ വാല്യൂ എന്തായിരിക്കും? 0 ആയിരിക്കും. അത് ചെയ്യേണ്ട ആവശ്യമില്ല. ഇനി അടുത്ത പോയിന്റ് നോക്കുക. അറ്റ് സെറ്റ് ഈക്വൽ ടു 1/3. അങ്ങനെയാണെങ്കിൽ മോഡ് സെറ്റ് എന്ന് പറയുന്നത് മോഡ് 1/3 ആണ്. മോഡ് 1/3 എന്ന് പറയുമ്പോൾ 1/3 എന്ന് പറയുമ്പോൾ തന്നെ അതെന്താ? 1നേക്കാളും ചെറുതാണ്. അതുകൊണ്ട് സെറ്റ് ഈക്വൽ ടു 1/3 എന്ന് പറയുന്നത് ലൈസ് ഇൻസൈഡ് സി ആണ്. സി ഈക്വൽ ടു മോഡ് സെറ്റ് ഈക്വൽ ടു 1 ആണെന്ന് കിട്ടി. ഇൻസൈഡ് ആണെങ്കിൽ നമുക്ക് എന്ത് ചെയ്യണം? റെസിഡ്യൂ ഫൈൻഡ് ഔട്ട് ചെയ്യണം. അടുത്തത് ടു ഫൈൻഡ് റെസിഡ്യൂ ഓഫ് എഫ് ഓഫ് സെറ്റ് അറ്റ് സെറ്റ് ഈക്വൽ ടു സെറ്റ് നോട്ട്. സെറ്റ് നോട്ടിന് പകരം ഇവിടെ ഇപ്പോൾ ഉള്ള പോയിന്റ് എന്നാൽ 1/3. റെസിഡ്യൂ ഫൈൻഡ് ഔട്ട് ചെയ്യണമല്ലോ 1/3 എന്ന് പറയുന്ന പോയിന്റിൽ. 1/3 എന്ന് പറയുന്നത് എന്താ? പോൾ ഓഫ് ഓർഡർ 2 ആണ്. ഓർഡർ 1 ആണെങ്കിലാണ് ആദ്യം പറഞ്ഞ ഒരു ഫോർമുല. ഏത് റെസിഡ്യൂ ഫൈൻഡ് ഔട്ട് ചെയ്യുമ്പോൾ 2 ഫോർമുലാസ് ഉണ്ടെന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ടായി. അപ്പോൾ ഫോർമുലാസ് ഫോർ ഫൈൻഡിങ് റെസിഡ്യൂ എന്നുള്ളടുത്ത് ഇവിടെ എഴുതിയിട്ടുണ്ട്. ഇത് സിമ്പിൾ പോളിൻ്റെ ഫോർമുലയാണ്. പോളിൻ്റെ ഓർഡർ ഒന്നിലധികം വന്നു കഴിഞ്ഞാൽ ഈ ഫോർമുല യൂസ് ചെയ്യണം എന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഇവിടെ എന്താ? പോളിൻ്റെ ഓർഡർ 2 ആണ്. അതുകൊണ്ട് റെസിഡ്യൂ ഓഫ് സെറ്റ് ഈക്വൽ ടു സെറ്റ് നോട്ട് എഫ് ഓഫ് സെറ്റ് എന്ന് പറയുന്നത് 1/m-1 ഫാക്ടോറിയൽ ഇൻറ്റു ലിമിറ്റ് സെറ്റ് ടെൻസ് ടു സെറ്റ് നോട്ട് d raised to m-1 by dz raised to m-1 into z minus z naught whole raised to m into f of z. ഫോർമുല എഴുതി. എമ്മിന് പകരം 2 കൊടുക്കുക, സെറ്റ് നോട്ടിന് പകരം 1/3 കൊടുക്കുക. അപ്പം എന്ത് വരും? റെസിഡ്യൂ ഓഫ് സെറ്റ് ഈക്വൽ ടു 1/3. എഫ് ഓഫ് സെറ്റ് എന്ന് പറയുന്നത് എന്തായിരുന്നു? എഫ് ഓഫ് സെറ്റ് എന്ന് പറയുന്ന ഫംഗ്ഷൻ ഈ ഇൻ്റഗ്രലിൻ്റെ ഉള്ളിൽ ഇതാണ് എഫ് ഓഫ് സെറ്റ് എന്ന് പറഞ്ഞിട്ടുണ്ട്. സെറ്റ് ബൈ ഇതിനെ ഞാൻ മാറ്റിയിട്ട് എന്താക്കി മാറ്റിയിട്ടുണ്ട്? സെറ്റ് -3 ഈ ഡിനോമിനേറ്ററിനെ മാറ്റിയിട്ട് ഇങ്ങനെ ആക്കാമെന്നും ഞാൻ പറഞ്ഞിട്ടുണ്ട്. അപ്പം എന്നാൽ സെറ്റ് ഡിവൈഡഡ് ബൈ സെറ്റ് -3 ഹോൾ സ്ക്വയർ ഇൻറ്റു 3z - 1 ഹോൾ സ്ക്വയർ എന്ന് എഴുതി. ഇനിയോ ഈക്വൽ ടു എമ്മിന് 2 കൊടുത്തു. 1/2 - 1 എന്ന് പറയുമ്പോൾ 1/1 ഫാക്ടോറിയൽ എന്ന് വെച്ചാൽ 1 തന്നെ വരിക. ലിമിറ്റ് സെറ്റ് ടെൻസ് ടു സെറ്റ് നോട്ട് എന്ന് പറയുന്നത് 1/3. ഇനി d റേസ് ടു m-1 2 - 1 എന്ന് പറയുമ്പോൾ 1 d/dz ഓഫ് സെറ്റ് -1/3 ഹോൾ സ്ക്വയർ ഇൻറ്റു സെറ്റ് ഡിവൈഡഡ് ബൈ
സെഡ് മൈനസ് 3 ഹോൾ സ്ക്വയർ ഇൻറ്റു 3z - 1 ഹോൾ സ്ക്വയർ എന്ന് വരും. ഇനിയോ ഇനി ഈ ലിമിറ്റ് ഒന്ന് മനസ്സിലാകാൻ വേണ്ടി ഇങ്ങനെ ഇങ്ങോട്ട് എഴുതി 1/3 ഇൻറ്റു ഡെറിവേറ്റീവ് കാണുന്നതിന് മുന്നേ നമ്മൾ എന്ത് ചെയ്യുക, സിംപ്ലിഫൈ ചെയ്യാൻ പറ്റുന്ന സ്റ്റെപ്പ് എടുത്തോളം ചെയ്യുക. ഈ 3നെ ആദ്യം ഇങ്ങോട്ടേക്ക് മൾട്ടിപ്ലൈ ചെയ്തു. 3z - 1/3 ഹോൾ സ്ക്വയർ ഇൻറ്റു z ഡിവൈഡഡ് ബൈ z-3 ഹോൾ സ്ക്വയർ ഇൻറ്റു 3z-1 ഹോൾ സ്ക്വയർ എന്ന് എഴുതി. ഇനി ഇതിനെ ഒന്ന് മാറ്റി എഴുതുമ്പോൾ എന്ത് വരും? ലിമിറ്റ് z ടെൻസ് ടു 1/3 d ബൈ dz ഓഫ് 3z - 1 ഹോൾ സ്ക്വയർ ഡിവൈഡഡ് ബൈ 3 സ്ക്വയർ എന്ന് പറയുമ്പോൾ ബൈ അതിൻ്റെ സ്ക്വയർ 3ൻ്റെ സ്ക്വയർ എന്ന് പറയുമ്പോൾ 9 ഇൻറ്റു z ഡിവൈഡഡ് ബൈ z-3 ഹോൾ സ്ക്വയർ ഇൻറ്റു 3z-1 ഹോൾ സ്ക്വയർ. ഇനി 3z-1 അങ്ങ് ക്യാൻസൽ ചെയ്ത് പോയല്ലോ. പിന്നെയോ ഇവിടെ ഒരു 1/9 ഉണ്ട്. അത് കോൺസ്റ്റൻ്റ് ആയതുകൊണ്ട് ഇനി ഞാൻ ഏറ്റവും മുന്നിൽ അങ്ങ് കൊണ്ടുവച്ചു. അപ്പോൾ 1/9 ഇൻറ്റു ലിമിറ്റ് z ടെൻസ് ടു 1/3 d ബൈ dz ഓഫ് z ബൈ z-3 ഹോൾ സ്ക്വയർ എന്ന് വന്നു. ഇതിപ്പോൾ ഏത് ഫോമിലാണ് ഉള്ളത്? u ബൈ വിൻ്റെ ഡെറിവേറ്റീവ് കാണണം. അപ്പോൾ ഉള്ള ഫോർമുല എന്താ? വി യു ഡാഷ് മൈനസ് യു വി ഡാഷ് ബൈ വി സ്ക്വയർ എന്ന് എഴുതാം. അത് പ്രകാരം എഴുതുമ്പോൾ എന്താ വരിക? ഈക്വൽ ടു 1/9 ഇൻറ്റു ലിമിറ്റ് z ടെൻസ് ടു 1/3 ഡെറിവേറ്റീവ് ആണ് കാണാൻ പോകുന്നത്. അപ്പോൾ z-3 ഡിനോമിനേറ്റർ ഇൻറ്റു ന്യൂമറേറ്ററിൻ്റെ ഡെറിവേറ്റീവ്, സെഡിൻ്റെ ഡെറിവേറ്റീവ് 1 മൈനസ് ന്യൂമറേറ്റർ ഇൻറ്റു ഡിനോമിനേറ്ററിൻ്റെ ഡെറിവേറ്റീവ്. ഇതിൻ്റെ ഡെറിവേറ്റീവ് എന്ന് പറയുമ്പോൾ 2 ഇൻറ്റു z-3 പിന്നെ ഇവിടെയുള്ള സെഡിൻ്റെ ഡെറിവേറ്റീവ് 1 ഡിവൈഡഡ് ബൈ z-3 ഹോൾ സ്ക്വയർ എന്ന് വരും. അപ്പോൾ ഹോൾ റേസ് ടു 4 എന്ന് വന്നു. ഇനി ഇതിനെ ഒന്ന് സിംപ്ലിഫൈ ചെയ്യാം. 1/9 ഇൻറ്റു ലിമിറ്റ് z ടെൻസ് ടു 1/3 z-3 ഹോൾ സ്ക്വയർ മൈനസ് 2z, ഇവിടെ 2z 2z ഇൻറ്റു z-3 എന്നല്ലേ, 2z ഇൻറ്റു z-3 എന്ന് തന്നെ എഴുതാം. ഡിവൈഡഡ് ബൈ z-3 ഹോൾ റേസ് ടു 4 എന്ന് എഴുതി. ഇവിടെ z-3 ഹോൾ സ്ക്വയർ ഉണ്ട്, ഇവിടെ z-3 ഉണ്ട്. അപ്പം എന്താ, ഒരു z-3നെ കോമൺ ആയിട്ട് പുറത്ത് വെക്കാൻ പറ്റും. അപ്പോൾ എന്ത് ചെയ്യും? z-3 ഒരെണ്ണം ഞാൻ പുറത്ത് വെച്ചു, ഇവിടുന്ന് ഒരെണ്ണം ഞാൻ പുറത്ത് വെച്ചു. പിന്നെ എത്ര എണ്ണം ബാക്കിയല്ലേ? ഒരു z-3 ഉണ്ട്. മൈനസ് ഇവിടെയുള്ള z-3 പുറത്ത് വെച്ചു. പിന്നെ ആരുടെ ബാക്കി? 2z ഡിവൈഡഡ് ബൈ z-3 ഹോൾ റേസ് ടു 4. ഇവിടുന്ന് ഒരാളെയും വെട്ടിക്കളഞ്ഞ ബാക്കി താഴെ 3 ആളുണ്ട്. ഇനി എന്ത് ചെയ്യുക? ലിമിറ്റ് കൊടുക്കുക. 1/9 ഉണ്ട്. സെഡ് ഉള്ളിടത്തൊക്കെ എന്ത് ചെയ്യുക? 1/3 കൊടുക്കുക. അപ്പം എന്ത് വരും? 1/3 മൈനസ് 3 മൈനസ് 2 ഇൻറ്റു 1/3 ഡിവൈഡഡ് ബൈ 1/3 മൈനസ് 3 ഹോൾ സ്ക്വയർ എന്ന് വരും. അപ്പം എന്ത് വരും? 1/9 ഇൻറ്റു ഈ 3 അങ്ങോട്ട് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ 1 മൈനസ് 3 ഇൻറ്റു 3 എന്ന് പറയുമ്പോൾ 9, 1 മൈനസ് 9/3 എന്ന് വരും. 1 മൈനസ് 9/3 മൈനസ് 2/3 ഹോൾ ഡിവൈഡഡ് ബൈ ഈ 3 അങ്ങോട്ട് പോകുമ്പോൾ എന്തായി? 1 മൈനസ് 9/3 ഹോൾ ക്യൂബാണ്, ഹോൾ ക്യൂബ് എന്ന് വന്നു. ഇതിനെ ഒന്ന് സിംപ്ലിഫൈ ചെയ്യുമ്പോൾ എന്ത് വരും? 1/9 ഇൻറ്റു 1 മൈനസ് 9 എന്ന് പറയുമ്പോൾ എന്താ? മൈനസ് 8/3 മൈനസ് 8/3 മൈനസ് 2/3 ഡിവൈഡഡ് ബൈ മൈനസ് 8/3 ഹോൾ ക്യൂബ് എന്ന് വരും. അപ്പോൾ എന്ത് വരും? 1/9 ഇൻറ്റു ഡിനോമിനേറ്റർ സെയിം ആണെങ്കിൽ ന്യൂമറേറ്റർ തമ്മിൽ ആഡ് ചെയ്യുക. മൈനസ് 8 മൈനസ് 2 എന്ന് പറയുമ്പോൾ മൈനസ് 10/3. ഈ എ ബൈ ബി ബൈ സി ബൈ ഡി എന്നുണ്ട്. അപ്പോൾ സി ബൈ ഡി മേലെ പോകുമ്പം എ ബൈ ബി ഇൻറ്റു ഡി ബൈ സി ഫോമിൽ വന്നു. ഇൻറ്റു 3/-8 ഹോൾ ക്യൂബ് എന്ന് വരും. ഇതൊന്ന് സിംപ്ലിഫൈ ചെയ്ത് കഴിഞ്ഞാൽ 1/9 ഇൻറ്റു മൈനസ് 10/3 ഇൻറ്റു 3 ക്യൂബ് എന്ന് പറയുമ്പം 27. ഈ മൈനസിനെ കോമൺ ആയിട്ട് പുറത്ത് വെച്ചു. 8 ക്യൂബ് എന്ന് പറയുമ്പോൾ എന്താ? 512.
ഇത് വരും. ഇതിനെ ഒന്ന് സിംപ്ലിഫൈ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എന്ത് കിട്ടും? 10/5 ഇതിനെ ഒന്നും കൂടെ സിംപ്ലിഫൈ ചെയ്താൽ 5/256 എന്നുള്ള വാല്യൂ ആണ് കിട്ടുക. ഇത്രയും നമ്മൾ ചെയ്ത് കഴിഞ്ഞത് എന്താ കണ്ടുപിടിച്ചിട്ടുള്ളത്? ഇത് കണ്ടുപിടിച്ചിട്ടുള്ളത് റെസിഡ്യൂ ഓഫ് എഫ് ഓഫ് സെഡ് അറ്റ് സെഡ് ഈക്വൽ ടു 1/3. നമുക്ക് റെസിഡ്യൂ തിയറം ആയിരുന്നല്ലോ അപ്ലൈ ചെയ്യേണ്ടത്. എവിടെയാണ് റെസിഡ്യൂ തിയറം അപ്ലൈ ചെയ്യേണ്ടത്? ഇവിടുന്ന് ഇത് അപ്ലൈ ചെയ്യാൻ നമ്മൾ ആദ്യം 2 പോൾ ഉണ്ട് എന്ന് കണ്ടുപിടിച്ചു. സെഡ് ഈക്വൽ ടു 3യും 1/3. 3 എന്ന് പറയുന്നത് 2 പോൾ ഉണ്ട്, അതിൻ്റെ ഓർഡർ 2 ആണ്. എന്നിട്ടോ ഈ 3 എന്ന് പറയുന്ന പോയിന്റ് ലൈസ് ഔട്ട്സൈഡാണ്. ഔട്ട്സൈഡ് ആണെങ്കിൽ അതിൻ്റെ റെസിഡ്യൂ വാല്യൂ 0 ആണെന്ന് എടുത്തു. രണ്ടാമത്തെ പോയിന്റ് ഇൻസൈഡ് ആയതുകൊണ്ട് അതിൻ്റെ റെസിഡ്യൂ കണ്ടുവച്ചു. ഇനി നമുക്ക് റെസിഡ്യൂ തിയറം അപ്ലൈ ചെയ്യണം. ബൈ റെസിഡ്യൂ തിയറം ഇൻ്റഗ്രൽ ഓവർ സി എഫ് ഓഫ് സെഡ് ഡി സെഡ് ഈക്വൽ ടു 2πi ഇൻറ്റു ആദ്യത്തെ വാല്യൂവിൻ്റെ റെസിഡ്യൂ 0 ആണ്, രണ്ടാമത്തെ വാല്യൂവിൻ്റെ റെസിഡ്യൂ ഈ വാല്യൂ എഴുതി. ഇത് സിംപ്ലിഫൈ ചെയ്യുമ്പം 5 ടൈംസ് 2 എന്ത് വരും? 5/256 ഇൻറ്റു 2πi എന്ന് വെച്ചാൽ 10/256 πi എന്ന് വരും. ഇനി ഇതിനെ ഒന്ന് സിംപ്ലിഫൈ ചെയ്ത് കഴിഞ്ഞാൽ 5πi ഡിവൈഡഡ് ബൈ 128 എന്ന് കിട്ടും. ഇത്രയും കണ്ടുവച്ചെന്നാൽ ഈ ഇൻ്റഗ്രലിൻ്റെ വാല്യൂ ആണ് കിട്ടിയത്. നമ്മുടെ ക്വസ്റ്റ്യൻ എന്തായിരുന്നു? ഈ ഇൻ്റഗ്രൽ വാല്യൂ ആണ് ഇപ്പോൾ കിട്ടിയത്. ഇനി എന്താ ഇപ്പുറത്തെ ഈ ഒരു ഇൻ്റഗ്രലിൻ്റെ വാല്യൂ എന്താണെന്നല്ലേ? എന്ന് വെച്ചാൽ ഈ കിട്ടിയ വാല്യൂവിനോട് എന്ത് കൂടെ മൾട്ടിപ്ലൈ ചെയ്യണം? 4/iയും കൂടെ മൾട്ടിപ്ലൈ ചെയ്യണം. അപ്പോൾ എന്താ വരിക? ഇക്വേഷൻ 1 ഇംപ്ലൈസ് ഇൻ്റഗ്രൽ 0 to 2π. ഈ 0 to 2π എവിടുന്ന വന്നതെന്ന് വെച്ചാൽ നമ്മൾ എന്ത് ചെയ്തിട്ടുണ്ട്? ഇതാ ഈ ക്വസ്റ്റ്യൻ ഇത് തന്നെ. ഇൻ്റഗ്രൽ 0 to 2π തന്നത് എന്താണോ അത്. 2πi ഡി തീറ്റ ഡിവൈഡഡ് ബൈ 5 - 3 cos തീറ്റ ഹോൾ സ്ക്വയർ ഈക്വൽ ടു 4/i ഇൻറ്റു ഇപ്പം കിട്ടിയ വാല്യൂ 5πi ഡിവൈഡഡ് ബൈ 128. ഐയും വെട്ടിപ്പോയി. അപ്പം എന്ത് വരും? ഇത് 4 128 ക്യാൻസലായി പോയി കഴിഞ്ഞാൽ 5π ഡിവൈഡഡ് ബൈ 32 എന്ന് കിട്ടും. ഇത്രയും ചെയ്ത് കഴിഞ്ഞാലാണ് ആ പ്രോബ്ലം കംപ്ലീറ്റ് ആവുന്നത്.